സജിന കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് താൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒരു 9 ആഴ്ചയായി എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ റസൂൽ പൂക്കുറ്റിയുമായിട്ട് ഒരുമിച്ചുള്ള ഒരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം കുറേയധികം പേര് സജിനയ്ക്കെതിരെ നെഗറ്റീവായിട്ട് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. മറ്റു ചിലരൊക്കെ ഉണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സജിന ഉണ്ടെങ്കിൽ വേറൊരു പോസ്റ്റും കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്നത്. സജിന വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രഗ്നൻ്റോ കാര്യമൊന്നുമല്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് ഞാൻ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതേ കണക്ക് വിളിച്ച് കൺഗ്രാറ്റ്സ് പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ പ്രഗ്നൻ്റോ കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഇട്ടേക്കുന്നത് ഞാനായിട്ട് ഇട്ടതല്ല. എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ഇതുപോലെ ആരോ ചെയ്യുന്നതാണ്. അതാരാണെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും ഇവരെന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ സജിന അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്നും ഇത് കേട്ട് വിശ്വസിക്കരുത്, ഇത് ഞാനായിട്ടിട്ട പോസ്റ്റൊന്നുമല്ല എന്നുള്ള രീതിയിൽ കൂടി സജിന പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം കുറേയധികം പേര് അതാരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കെതിരെ നിയമ നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ സജിനയ്ക്ക് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു.